ലോകമെമ്പാടുമുള്ള കൈരളിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. നമസ്കാരം. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ. വലിയ സന്തോഷമുണ്ട്. മികച്ച പ്രതികരണം നേടി ഭക്ഷണപ്രിയരുടെ പ്രിയങ്കരമായ ഒരു പ്രോഗ്രാമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കിച്ചൺ മാജിക്. എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അനീഷേട്ടാ. പുറത്തേക്ക് വരുമ്പോ ആൾക്കാർ ഇങ്ങനെ വരിക. അപ്സരയുടെ കിച്ചൺ മാജിക്, നിങ്ങളുടെ കിച്ചൺ മാജിക്, നിങ്ങളുടെ കുക്കിംഗ്, നിങ്ങളുടെ ടാസ്ക്. അയ്യോ ഒരു രക്ഷയില്ല. അല്ലേ, ഞാൻ പെട്ടെന്ന് കേട്ട വിചാരിച്ചു അപ്സരയ്ക്ക് പുറത്തിറങ്ങി ഇറങ്ങാൻ പറ്റാത്ത കണ്ടീഷനായി. വേറെ പ്രോഗ്രാം ചെയ്യുന്നില്ലല്ലോ. എന്തായാലും നമ്മുടെ പ്രോഗ്രാം ചെയ്താൽ അഭിമാനത്തോടെ തലയുയർത്തി നടക്കാൻ പറ്റും. അതെ, കുറെ ആൾക്കാർ വന്ന് ചോദിക്കും. സീരിയസ് ആയിട്ട് പറയാം, കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുക്കിംഗ്, പിന്നെ ഈ നമ്മുടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും സീരിയലിലൂടെ ഒക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അവരുടെ കുക്കിങ്ങും അവരുടെ ടാസ്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചളിവാറിലൊക്കെ അവരിങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നെന്ന് കുറെ ആൾക്കാർ പറഞ്ഞിട്ടോ. ഒരുപാട് സന്തോഷം വെച്ചാൽ നമുക്ക് കേരളത്തിനകത്തും പുറത്തു നിന്നൊക്കെ ധാരാളം കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് വലിയ സന്തോഷമാണ് നമുക്ക്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് നമ്മൾ വളരെയധികം വാല്യൂ തരുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ്സ് ഒക്കെ നിങ്ങൾ നമ്മുടെ പ്രോഗ്രാമിന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരെ വിളിക്കേണ്ട സമയമായി കഴിഞ്ഞു. ഉറപ്പായിട്ട് വിളിക്കാം. ആദ്യം ആരെ വിളിക്കുന്നത്? ആദ്യം നമുക്ക് ചെറുതിന്ന് തുടങ്ങാം. ചെറുതെന്ന് വെച്ചാൽ എങ്ങനെ? നാദിറ, വിഷ്ണു, അങ്ങനെ അവരാണ് ചെറുത്. അത് പറയണ്ടല്ലോ, ഇനി അവരത് കേട്ടിട്ട് ഇനി അടിയാവും. അനീഷാണ്ട് ഇഷ്ടത്തിന് അങ്ങ് വിളിച്ചോ. ഒരു കാര്യം ചെയ്താലോ, ഒരു പാട്ടിട്ട് കൊടുക്കുക. എല്ലാവരും കയറുണ്ട്. ആണോ? നമുക്ക് പാട്ടില്ലായിരുന്നല്ലോ. നമുക്ക് പാട്ടുണ്ടായിരുന്നു, കേൾക്കാത്തതാണ്. ആണോ? ശരി, അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റീസിനെ. കൈ കൊടുത്തപ്പോ എല്ലാരും ഓടി ഓടി വരുന്നു. പിന്നെ ഞാൻ മാനേജ് എന്താ നടക്കണേ എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. വിഷ്ണു ചാടി ഇപ്പൊ പാട്ടങ്ങ് നിന്ന്. കാര്യം നിനക്ക് മനസ്സിലായില്ലേ? ഞങ്ങൾക്കൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ ഒരു ആഗ്രഹമുണ്ട്. ഒരു ചേഞ്ച് ഇഷ്ടപ്പെടാത്ത ആരാണ് സത്യം? സാധാരണ ഇവിടെ എന്താ പറയാ, വിഷു മാത്രമേ മാറുന്നുള്ളൂ. ഞങ്ങൾക്കൊരു ചേഞ്ച്. അങ്ങനെയാണോ? അത് വന്നപ്പോ സമയം കൈ കിട്ടിയ ആൾക്കാരെ കൊണ്ട് പോകുന്നത് അല്ല, ഞങ്ങള് മനഃപൂർവ്വം പ്ലാൻ ചെയ്തു. പക്ഷെ അതല്ല, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ കൃഷിയായിട്ട് എന്നെ വിട്ടിട്ട് ഒറ്റ പോക്ക്. ഇത് പറയലും ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ആരുമില്ല. അവസാനം ആരുമില്ലാത്ത ദീപനെ ഞാൻ ആരുമില്ലാത്ത ആർക്കും വേണ്ടാത്ത. പക്ഷെ ഇവിടെ വന്നപ്പോ എല്ലാരും ഉണ്ടായല്ലോ എനിക്ക്. പക്ഷെ വേറെ രസമുണ്ട്. അദ്ദേഹം അത് ദിവ്യ ഇങ്ങനെ നോട്ടം നോക്കി. ആ ഒറ്റ നോട്ടത്തിലാണ് കറക്റ്റ് ആയത്. ആരും വിശ്വസിക്കില്ല, അതങ്ങനെ നടക്കത്തുമില്ല. തിരിച്ചു വീട്ടിൽ കയറട്ടെ. അവിടെ നിങ്ങോട്ട് പോരുമ്പോ കൂട്ടത്തിൽ നല്ലതൊരെണ്ണത്തിന് കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോഴാ ബാക്കിൽ ഒരെണ്ണം നിൽക്കണ. അതാ കണ്ടോ? എന്നാ പിന്നെ അങ്ങ് തുടങ്ങിയാലോ? എന്നാ പിന്നെ ഇരുന്നാലും നിങ്ങളുടെ പേരിന്റെ കൂടെ എങ്ങനെയുണ്ട് നമ്മുടെ എപ്പിസോഡ്സിനെ കുറിച്ചുള്ള റെസ്പോൺസ്? പൊതുവെ നമുക്കിപ്പോൾ ഇത്രയല്ലേ വന്നുള്ളൂ, അതേ കുറച്ചല്ലേ വന്നിട്ടുള്ളൂ. പക്ഷെ പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ കുറെ അവർ കുറെ ടിപ്സ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്, സജഷൻസും ടിപ്സും. കാരണം നമ്മുടെ ഒരു കുക്കിംഗ് ആണ്. പക്ഷെ ഇപ്പൊ ശ്രദ്ധ, അപ്പൊ നമ്മൾ കണ്ടപ്പോൾ അയ്യോ ഈശ്വര, ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു. കുക്ക് ചെയ്യുമ്പോൾ മുടി നമ്മളിങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് പോലെ എടുക്കുക, ഇങ്ങനെ നോക്കുക, അതൊന്നും ശരിക്കും ചെയ്യരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം. അതെ, തീർച്ചയായിട്ടും. അങ്ങനെയാണല്ലോ, രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരാറുണ്ട്. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന. പക്ഷെ എല്ലാവരും പറഞ്ഞത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി, നല്ല എന്റർടൈനിങ് ആയിരുന്നു. അതൊക്കെ എല്ലാം ഹാപ്പി ആയിട്ടാണ് പറഞ്ഞത്. അല്ല, എല്ലാവരും കണ്ടവരെല്ലാം പറഞ്ഞത് ഭയങ്കര രസം ഉണ്ടായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. എപ്പിസോഡ്സ് ഭയങ്കര രസം, ലൈവ് ആയിരുന്നു. പിന്നെ നമ്മളുടെ ഈ സംസാരങ്ങളൊക്കെ
ഒന്നാമത് ഫേവറേറ്റ് രണ്ടെണ്ണം. നാദർ വിഷ്ണു ആണ് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറച്ചുകൂടെ. നാദറയ്ക്ക് വിഷ്ണുവിന്റെ എന്താണ്? എല്ലാരും കണ്ടിട്ട് പറഞ്ഞു കുക്ക് ചെയ്യാൻ അറിയില്ലെന്ന് ചോദിച്ചു. അറിയില്ലാന്നേ പറഞ്ഞു. അതെ അതെ ലോകം അറിഞ്ഞു ലോകം അറിഞ്ഞു. അതെ. ഗ്യാസ് ഓൺ ചെയ്യാൻ പോലും അറിയില്ലെന്ന് സത്യം സത്യം. പക്ഷെ ആ ഒരു ഇന്നസെൻസ് ഭയങ്കര രസമായിരുന്നു കേട്ടോ രണ്ടുപേരും. അതെ. പക്ഷെ വേറെ സെന്റ് അതൊരു ശീലമാക്കണ്ട. ആദ്യമൊക്കെ നമ്മൾ ക്ഷമിക്കും പ്രേക്ഷകരെ. പുതിയ പുതിയ 1-2 വാക്കുകൾ. അത് വഴറ്റിക്ക് എന്തായിരുന്നു? മറന്നുപോയി. അല്ല വഴറ്റുന്നത് ഇവിടുത്തെ ഭാഷ തിരുവനന്തപുരം ഭാഷ. വശക്കുക. ഇങ്ങനെ വശപ്പശകായ പല വാക്കുകളും വരും. വശത്ത് വേറെയല്ലേ? വശത്താക്കുക വേറെ. അത് വേറെ. അനീഷേട്ടാ വശത്താക്കാന്ന് കേട്ടിരുന്ന അപ്സര എങ്ങനെ? എടാ എന്തുവാണ് ഇത്? അനീഷേട്ടാ ബാക്കിയുള്ള ഓഡിയൻസ് വിളിച്ചിട്ട് അടിപൊളിയായിരുന്നു കൊള്ളാർന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ട് ചീത്തയായിരുന്നു. എന്താണ് അവിടെ പോയി കിടന്ന് കാണിക്കാന്ന് വെച്ചിട്ട് അമ്മയെങ്കിലും ചോദിച്ചല്ലോ അത്. ഞങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അമ്മ ചോദിച്ചത് കറക്റ്റ് ആയി. പിന്നെ വേറൊരു കാര്യമുണ്ട്, സ്പെഷ്യൽ ട്യൂഷൻ ഇവിടെ നിന്ന് ഒരാൾ പോയിട്ടുണ്ട്. എന്താ കുക്കിംഗ് പഠിക്കാനായിട്ട് സ്പെഷ്യൽ ട്യൂഷൻ ഒരാൾ പോയിട്ടുണ്ട്. ആരായിരിക്കും? ആരായിരിക്കും? നവീൻ. എടാ, കാരണം അവന്റെ ഒരു സ്വഭാവത്തിൽ ഇങ്ങനെയുണ്ട്. നവീന്റെ ജിമ്മിലെ സാറ് വിളിച്ച് പറഞ്ഞു ഇവൻ ഒരു ദിവസം ഇപ്പൊ വരുന്നില്ല, ചെല്ലുമ്പോഴൊക്കെ പുകയും കറയും പിടിച്ച് നിൽക്കുക. അല്ല അനീഷേട്ടാ അങ്ങനെ ഉണ്ടാക്കി സത്യം തന്നെ. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വൈഫിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ ഇവിടെ വന്ന് പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞു അന്ന പിന്നെ നമുക്ക് ബീഫ് ഉണ്ടാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ബീഫ് ഉണ്ടാക്കി. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇല്ല, വിസിൽ കൂടിപ്പോയി ബീഫ് വെന്തുപോയി. പായസമല്ല, പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മള് ബ്രിട്ടീഷ് കട്ട്ലറ്റ് ആക്കിയിട്ട് പേരുകൾ ശ്രദ്ധിക്കണം. അയ്യോ ദൈവം നളം കേൾക്കണ്ട. ബ്രിട്ടീഷ് കേട്ടാ തന്നെ കട്ട്ലറ്റ് ബീഫ് കട്ട്ലറ്റ് ആക്കി പതുക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇത്രയും കാലം നവീന്റെ വൈഫ് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് കിച്ചൺ മാജിക്കിലൂടെ ഇവൻ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യാൻ തുടങ്ങി. അല്ല വേറൊരു കാര്യമുണ്ട്, അത് ഫ്ലോപ്പ് ആയി പോയതിന് വേറൊരു ഡിഷ് ആക്കാനും പഠിച്ചു. അതിനെ കുറിച്ച് നീ എന്താ പറയാത്തത്? അന്ന് കട്ട്ലറ്റ് ഉണ്ടായത് അങ്ങനെയാണല്ലേ? വീടിനടുത്ത് നിങ്ങൾ മോശക്കാരല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ മതി. എന്നാ പിന്നെ നമുക്ക് ഒന്ന് ചാർജ് ആക്കണം. അല്ല ചാർജ് ആണ്, നിങ്ങൾ ഫുൾ ടൈം ചാർജ് ആണ്, പക്ഷെ നമുക്ക് അത്ര പോരാ. ഇനിയും കുറച്ചുകൂടെ ചാർജ് ആക്കണം. ഇനി ചാർജ് ആക്കണം. ഇനി ഷോക്ക് അടിക്കും. വിഷ്ണു വിഷ്ണു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വിഷ്ണുവിന് ദിവസത്തെ പ്രത്യേകത എന്താണോ? എന്താ ഒരു പ്രത്യേകത ഇല്ലേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇല്ലേ വിഷ്ണുവിന്റെ? വിഷ്ണുവിനെ അറിയാതെ പറഞ്ഞോ ഒന്നും നോക്കണ്ട പറഞ്ഞോ. എന്താണത്? ഓ അത് പറ. അത് പറയാൻ ഞാൻ ഇല്ല അത് വിഷ്ണു. ആ വിഷ്ണു തന്നെ പറ. ചെല്ല് വിഷ്ണു പറയടാ. ഓ ചെല്ല്. വിഷ്ണുവിനെ ഇവിടെ വിളിക്കവിടെ. വിഷ്ണു പെട്ടെന്ന് ഭയങ്കര ഒരു അമ്പലാണ്. നമ്മളത് ഭീകരവാദികളെ പോലെ. വിഷ്ണു എന്താ പറയാ അപ്സര, നമ്മളല്ല അപ്സര മാത്രം. നമ്മളെപ്പോഴും നമ്മൾ കലാകാരന്മാരുടെ ഒരു കാര്യം എന്താ പറയുക, നമുക്കെപ്പോഴും നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് വേണ്ടപ്പെട്ട പല കാര്യങ്ങളും പ്രത്യേകിച്ച് കുടുംബപരമായിട്ടാണെങ്കിലും അല്ലാതെയൊക്കെ തന്നെ പേഴ്സണലി ചില ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കും. കാരണം നമ്മുടെ ഒരു ലക്ഷ്യമേ അതാണ്. നമ്മുടെ കലാകാരന്മാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ മനസ്സിൽ സങ്കടങ്ങളും ഉണ്ടെങ്കിൽ പലപ്പോഴും മാറ്റി വെക്കാറുണ്ട്. നമ്മൾ എത്തപ്പെടാൻ പറ്റുന്ന ചില ഫംഗ്ഷൻസ് ഉണ്ടാവും, ഒക്കെ നമ്മൾ മാറ്റി വെക്കാറുണ്ട് അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് വിഷ്ണുവിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. പക്ഷെ വിഷ്ണുവിന് നമുക്ക് എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം. അതോടൊപ്പം തന്നെ വിഷ്ണുവിന്റെ പപ്പയ്ക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം. കാരണം അദ്ദേഹം ഇന്ന് റിട്ടയർ ആവുകയാണ്. എന്റെ അച്ഛൻ റിട്ടയർ ആവുകയാണ്. അതെയോ? അച്ഛൻ എവിടെയാ വർക്ക് ചെയ്യുന്നത്? അച്ഛൻ വൈലയില്. അച്ഛന്റെ പേരെന്താണ്? അച്ഛന്റെ പേര് ജോഷി. വിഷ്ണു ജോഷിയിലെ ജോഷി അച്ഛനാണ്. ശശി അച്ഛനൊരു ഷൗട്ട് ഔട്ട്. വൈല ചോണ്ട തൊഴിലാളിയാണ്. പുള്ളി ഇന്ന് റിട്ടയർ ആവുകയാണ്. സോ ഇന്ന് അവിടെ നിൽക്കേണ്ടതായിരുന്നു ഞാൻ. അപ്പൊ നമ്മുടെ ഡേറ്റും ഇതും കാര്യങ്ങളും വന്നതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നു. അപ്പൊ ഞാൻ വീട്ടിലോട്ട് വിളിച്ചു, ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞ റെസ്പോൺസ്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വരും, നീ അങ്ങോട്ടേക്ക് സ്പീക്കർ. ആദ്യം അമ്മേനോടാണ് സംസാരിച്ചത്. ഞാൻ പോകുന്നു. അപ്പൊ അമ്മ വെച്ച് കഴിഞ്ഞ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു അടുത്ത ഷൂട്ട് എപ്പോഴാന്ന്. ഞാൻ പറഞ്ഞു പോണില്ല. എന്താ കാര്യം? ഇല്ല പോയാൽ ശരിയാവില്ല. എന്താ? അച്ഛന്റെ ഫംഗ്ഷൻ ഇങ്ങനെ നടക്കുമ്പോ എങ്ങനെ പോവാൻ പറ്റുകയല്ലേ എന്നുള്ള രീതി ചോദിച്ചപ്പോഴേക്കും അതിന് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്ന, നീ അങ്ങോട്ടേക്ക് പോയി, ഞങ്ങൾക്ക് അത് കണ്ടാ മതി. അപ്പൊ സ്പീക്കറിലിട്ട് അച്ഛനും പറയണ് അവനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറ പൊക്കോളാൻ. അത്രയ്ക്ക് പ്രശ്നമാണോ? അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ എന്നിട്ട് ചേട്ടനെ വിളിച്ചു അമ്മ അച്ഛൻ എങ്ങനെയാണ് പറയണത്? അത് ഞാനല്ല അവരോട് പറഞ്ഞത്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നേന്ന്. അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ എത്ര വർഷമായിട്ട് ചുമട്ടുതൊഴിലാളിയാണ്? അച്ഛൻ വർഷക്കണക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ നീ ജനിക്കുന്ന തൊട്ട് വിഷ്ണു അതില്ല, ഒരു കുറച്ചധികം വർഷമായിട്ട് അച്ഛൻ ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ചുരുക്കം പറഞ്ഞ ഈ കാണുന്ന മസിലൊക്കെ അച്ഛന്റെ അധ്വാനമാണ്. തീർച്ചയായിട്ടും
ആ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചെലവ് വിഷ്ണുവിന്റെ വക. വിഷ്ണുവിന്റെ വക. ഓക്കേ. ഈ ഒരു എപ്പിസോഡ് അവർ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് വിഷ് ചെയ്തേക്ക്. എല്ലാരും വിഷ് ചെയ്താൽ അവർക്ക് ഉറപ്പായിട്ടും. അച്ഛന്റെ പേര് ജോഷി, അമ്മയുടെ പേര് അമുത, ചേട്ടന്റെ പേര് അർജുൻ. ഓക്കെ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുന്നത്, വലിയ സന്തോഷമുണ്ട്. അങ്ങ് ക്ഷമാപണോ നടത്തിയേക്കെ ഞാനിവിടെ ഇപ്പോ ശരിയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രിയപ്പെട്ട വിഷ്ണുവിനെ ഇന്നത്തെ ദിവസത്തേക്ക് ഞങ്ങൾക്ക് വേണ്ടി വിട്ടുതന്നതിന് ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം നമുക്കറിയാം ഒരു 100 പേരടങ്ങുന്ന ഒരു ക്രൂ ആണ് ഇതിന് പിന്നിലുള്ളത്. അപ്പോൾ ഒരാൾ വരാതിരുന്നാലുള്ള ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അച്ഛൻ്റെ ഈ ചടങ്ങിൻ്റെ ഭാഗമാകാതെ ഞങ്ങൾക്ക് വേണ്ടി വിട്ടുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങേക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ ദീർഘായുസ് തരട്ടെ ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും അതാണ് എപ്പോഴും അച്ഛാ ഈ മകനോട് ക്ഷമിക്കൂ അച്ഛാ. ഇല്ല, ഞങ്ങളുടെ ഫാമിലി ഇത് അറിയാം, കോമഡി ആയിട്ട് പറയണെന്ന് അറിയാം, അതുകൊണ്ട് സീനില്ല. ചില്ലാണ് ഞങ്ങള്. ബ്രോ ആണ്. പോയല്ലോ, സന്തോഷം. അങ്ങനെയൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇരിക്കും. താങ്ക് യു താങ്ക് യു ഡാഡി. ഇവരിത് ചളമാക്കും അല്ലേ? നമുക്ക് ഇനിയിപ്പോ അടുത്ത ഒന്ന് വാമപ്പ് ചെയ്താലോ? പിന്നെന്താ ഇനിയും വാമപ്പ്. ഗെയിമാ? കൊറേ ദിവസമായിട്ട് ഗെയിം കളിക്കാത്തോണ്ട് ഒരു ഇത് ഒക്കെ ആണോ? എന്നാ വായോ. അയ്യോ വേറെ ആരെങ്കിലും വിളിക്കും. വേറെ ആരെങ്കിലും. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ഗസ്റ്റിനെ വിളിച്ചാലോ? ആണോ? അതല്ലേ നല്ലത്. എന്നാ ശരി. ഗസ്റ്റിനെ വിളിക്കും. ഗസ്റ്റിനെ കൊണ്ടുള്ള മാപ്പ് ചെയ്യണം. അതെ. പക്ഷെ ഗസ്റ്റ് അല്ലല്ലോ അനീഷേട്ടാ, നമ്മുടെ ഫാമിലി മെമ്പർ അല്ലേ? ആരാ പറഞ്ഞേ? എല്ലാ ഗസ്റ്റുകളും നമ്മുടെ കൂടെ എന്താണ് വർക്ക് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആണ് വരുന്നത്. എല്ലാം ഭയങ്കര സന്തോഷം അത് കാരണം. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇതാക്കാൻ വേണ്ടിട്ട് വിളിച്ചാലോ? അതായത് അതിന് പറയാനുള്ള കാരണം വെച്ചാൽ അതാണ് എപ്പോഴും നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ വരാറുള്ളത്. പ്രത്യേകിച്ച് കൈരളിയുടെ കുടുംബത്തിലെ ആളാണ് അത് തുടങ്ങിയത് തന്നെ. ഒരു 8 വർഷത്തോളം ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മുടെ കൈരളിയിലൂടെ അവതരിപ്പിച്ച ഒരാളാണ്. അതിനകത്ത് വ്യത്യസ്തമായിരുന്നൊരു കഥാപാത്രം ചെയ്തിട്ട് വന്ന ഒരാളാണ്. ആ പേര് ഞാൻ ഉറക്കെ പറയാം, സുശീലേ. ലൗഡായിട്ട് പറഞ്ഞത്. അപ്പൊ സുശീലായിട്ട് വന്ന് പിന്നെ ഒരുപാട് സിനിമകളും പ്രോഗ്രാംസും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട സ്നേഹ ശ്രീകുമാർ. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി KSV ആൻഡ് നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ. ഇതാ വരുന്നു സ്നേഹ ശ്രീകുമാർ. ഹലോ. ആ ചിരി ഒന്നുകൂടെ. അതെങ്ങനെ പറ്റും? ഇങ്ങനെ വരില്ല, അങ്ങനെ വരുന്നതല്ല അത്. ഒരു കോമഡി പറ. അതെ എന്തായാലും ഒരിക്കൽ കൂടി നമ്മൾ ഈ പറഞ്ഞ പോലെ സ്നേഹയെ നമ്മുടെ ഈ കിച്ചൺ മാജിക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമായിട്ട് നമ്മളോടൊപ്പം ചേർന്ന് കുറച്ച് നേരം നമുക്ക് ചെലവിടാം. അപ്പോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, പുതിയ വിശേഷങ്ങൾ? വിശേഷം എന്താ, നന്നായിട്ട് പോണു. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണു. അതിൻ്റെ കൂടെ ഒരു ബിസിനസ് ഉണ്ട്. പിന്നെ 2 വയസ്സായൊരു മകനുണ്ട്. 4 വയസ്സായ എൻ്റെ ഓസ്കാർ ഉണ്ട്. അങ്ങനെ കേദാറിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? കേദാർ ഫുൾ ടൈം ചെണ്ടകൊട്ടും, പിന്നെ കഥകളിയിലെ ദുര്യോധനം കാണിക്കും. ഫേസ്ബുക്കിൽ കണ്ടായിരുന്ന ഒരു താളം കൊട്ടും. ബേസിക്കലി എനിക്ക് തോന്നണ കൊട്ടുകാരനാവാനാണ്. പാട്ട് പാടും, അങ്ങനെ മേക്കപ്പ് ചെയ്യും, എനിക്ക് പൊട്ടൊക്കെ തൊട്ട് തരും. പാടുമല്ലോ അല്ലേ? പാടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്തരം ലൈവ് ചാറ്റിലൂടെ അല്ലെങ്കിൽ ഷോസിലൂടെ മാത്രമാണ് സ്നേഹ എന്ന യഥാർത്ഥ കലാകാരി പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത്. നോർമലി സ്നേഹ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എപ്പോഴും മാറി നിൽക്കുന്നതാണ്, വേറെ തരത്തിലുള്ള. പക്ഷേ എനിക്ക് തോന്നുന്നു വളരെ ക്ലാസിക് കലകൾ നന്നായിട്ട് അഭ്യസിച്ചിട്ടുള്ള ഒരു കലാകാരിയാണ്. വലിയ അഭിമാനവും സന്തോഷവും. എന്തൊക്കെയാ ചെയ്യുന്നത്? കഥകളി അല്ല, ഞാൻ സത്യത്തിൽ ഇതൊക്കെ വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മളിലേക്ക് വന്നാണല്ലോ. ഞാൻ ബേസിക്കലി കഥകളി, ഓട്ടംതുള്ളല്, പിന്നെ മോഹിനിയാട്ടം, അതൊക്കെയായിരുന്നു എൻ്റെ ഫീൽഡ്. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ നാടകം പഠിക്കാൻ പോയി. MA തിയേറ്ററാണ് ഞാൻ പഠിച്ചത് കാലടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അങ്ങനെയാണ് അഭിനയം വരുന്നത്. അതെ, എൻ്റെ കുഞ്ഞു ജൂനിയർ, ഇപ്പൊ പഠിച്ചിറങ്ങിയ ജൂനിയർ ആണ് അത്. തിയേറ്ററാണ് പഠിച്ചേ. അതെ, സൂപ്പർ സീനിയർ ആണ്. അതെ, എന്ന് വെച്ച് നീ അങ്ങനെ പ്രായം ഒരു 2 സൂപ്പർ പറഞ്ഞോ? സൂപ്പർ നീ പറയണ്ട.
പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് നമുക്കറിയാം, നമുക്ക് ഈ പ്രശാന്ത് നാരായണൻ എന്ന് പറയുന്ന ഡയറക്ടർ, അതെ. നമുക്കറിയാം മലയാളത്തിൽ ലാലേട്ടനെ വെച്ചിട്ട് ഛായാമുഖി എന്നൊരു നാടകം ചെയ്തിട്ടുണ്ട്. അത് ലാലേട്ടന്റെ ജോഡിയായിട്ട് അഭിനയിച്ചത്. അതെ അതെ അതെ. അത് എപ്പോഴും നമുക്ക് സ്പെഷ്യലാണല്ലോ. കാര്യം ഞാൻ MA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു നാടകം ചെയ്യണേ. അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാര്യം നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ എല്ലാവരും പറയും ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കണം, മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തപ്പോൾ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്തൊരു നാടകമാണ് ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച ഛായാമുഖി എന്ന് പറയുന്ന നാടകം. അത് ഭയങ്കര സ്പെഷ്യലാണ്. അത് കഴിഞ്ഞ് വീണ്ടും ലാലേട്ടനോട് ഒരു സിനിമ, അത് കഴിഞ്ഞ് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് വെളിപാടിന്റെ സൂപ്പർ അതെ, വർഷങ്ങൾ. അതിനുശേഷം ടെലിവിഷൻ വന്നു, സിനിമകൾ വന്നു. കുറേ സിനിമകൾ ചെയ്തിട്ടാണ് ലാൽ ജോസ് സാറിന്റെ വെളിപാടിന്റെ പുസ്തകം എന്ന് പറയുന്ന സിനിമയിൽ വീണ്ടും ലാലേട്ടന്റെ കൂടെ അഭിനയിക്കണം. ഇവിടെ ലൗഡ് സ്പീക്കർ എത്ര വർഷം പോയിരുന്നു? ഇവിടെ ഒരു 8-9 വർഷം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം കൈരളി എനിക്ക് എൻ്റെ ഏറ്റവും നല്ല സമയത്തും മോശം സമയത്തും കൂടെ നിന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഉള്ളവരെല്ലാവരും എപ്പോഴും അത് പേഴ്സണലിയും. പിന്നെ നമ്മുടെ കോവിഡ് വന്ന സമയത്ത് എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുമ്പോൾ ചെറുതായിട്ട് ഒരു 10 പേരെ വെച്ച് ഷൂട്ട് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനം വന്നപ്പോൾ ഞങ്ങളുടെ കല്യാണം കൂടെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. എന്നെയും ശ്രീനെയും വെച്ചിട്ടൊരു പ്രോഗ്രാം ഇവിടെ തുടങ്ങി. അതെ, നെല്ലിക്ക. അത് ഫ്ലോറിൽ അത്യാവശ്യം ഒരു 10 പേരൊക്കെ നിൽക്കുന്ന രീതിയിൽ അത് ഒരു പ്രോഗ്രാം ചെയ്യുന്നതും നമ്മുടെ മാനസിക സന്തോഷമാണ്. അതിലുപരി ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഉപജീവനം ഇത് തന്നെയായിരുന്നു. അപ്പോൾ വലിയൊരു സപ്പോർട്ട് തന്നിട്ടുള്ള ചാനലാണ് കൈരളി. കൈരളി എന്ന് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ചാനലാണ്. എല്ലാവർക്കും അതിനെപ്പറ്റി പറയാൻ ധാരാളമുണ്ട്. ചേട്ടാ, ഇപ്പൊ ഈ കലാപരമായ കാര്യങ്ങൾ മാത്രമല്ല, സംരംഭം കൂടിയാണ്. അതെ അതെ, ബിസിനസ് കണ്ടോ എന്റെ പറയാമതായിരുന്നു. സ്നേഹയുടെ സാരി നല്ല ഭംഗിയാണ്. ഞാൻ വന്നപ്പോ തൊട്ട് ആ ഒരു കളർ റാം ബാക്ക്, ഒരു റാം നല്ല കളറാണ്. അവിടെ ഒരു കറക്കം, ഒരു കറക്കം, രണ്ട് ചാട്ടം, ഒരു കറക്കം. ചേച്ചി എന്താണ് അതിന്റെ വിശേഷങ്ങൾ? അത് ഓസ്കി ഡിസൈൻസ് എന്നാണ് അതിന്റെ പേര്. വളരെ ഞാൻ ഈ എല്ലാം പെട്ടെന്ന് തീരുമാനിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഓസ്കാർ എന്ന് പറയുന്ന എൻ്റെ പെറ്റാണ്. 4 വയസ്സായിട്ടുള്ള ഒരു ബീഗിൾ ഡോഗാണ്. അവൻ്റെ പേരിലാണ് ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങിയിട്ടുള്ളത്. ഓസ്കി. അതെ, ഓസ്കി ഡിസൈൻസ് എന്നാണ് എൻ്റെ പേര്. എങ്ങനെ മാനേജ് ചെയ്യുന്നത്? ആക്ടിങ്ങും ബിസിനസ്സും എല്ലാം കൂടി അത് ഓൺലൈൻ ബിസിനസ് ഓൺലൈൻ ഉണ്ട്, പക്ഷെ നമുക്കിപ്പോൾ സ്റ്റോർ ഉണ്ട് പനമ്പള്ളി നഗറിൽ. ഒരു ചെറിയ സ്റ്റോർ ഉണ്ട്. ഞാൻ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. ഒരേ സമയം തൊഴിലാളിയും മുതലാളിയും പിന്നെ തലയിൽ വെച്ച് കൊറിയറൊക്കെ ചുമന്നുകൊണ്ട് പോകും. അങ്ങനെ പല പല ഘട്ടങ്ങളിലൂടെയാണ് ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സക്സസ് ആവട്ടെ. അതെ, താങ്ക് യു. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കലാകാരി എന്ന നിലയിൽ, ഒരു ബിസിനസ്സുകാരി എന്ന നിലയിലൊക്കെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരിയാണ് സ്നേഹ. താങ്ക് യു സോ മച്ച് സ്നേഹ. ഇനിയും ഒരുപാട് ഉയരങ്ങൾ താണ്ടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി കേശവി ആൻഡ് നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ. വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? ഞാൻ മുട്ട കഴിക്കുന്ന വെജിറ്റേറിയൻ ആണ്. മുട്ട ശരിക്കും എന്താണ് വെജിറ്റേറിയൻ ആണെന്നാ പറയാ. അല്ല, കുഴപ്പമില്ല. അപ്പൊ വെജിറ്റേറിയൻ ആണ്. താരചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഇപ്പോഴും അത് നടക്കുകയാണല്ലേ. അതാണ് ഇപ്പോഴും അത് വാദം നടന്നുകൊണ്ടിരിക്കുക. ആണോന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. പക്ഷേ അല്ല, നവീൻ ചേട്ടൻ ഇപ്പൊ ചോദിച്ചത് എന്തെങ്കിലും നോൺ വെജ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ? അല്ല, ഏതോ ഇഷ്ടമെന്ന് അറിയാനായിരുന്നു. എനിക്ക് വെജ് ആണ് ഇഷ്ടം. വെജാണ്. അപ്പൊ നവീൻ ചെയ്തു തരും. തീർച്ചയായിട്ടും എന്റെ ഒരു എന്താ പറയുന്നത്, എന്റെ ശിഷ്യന്മാര് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അയ്യടാ. ഞാൻ പറഞ്ഞു കൊടുക്കും. നവീൻ പറഞ്ഞു തന്നിട്ട് നമ്മളൊക്കെ ചെയ്ത പാചകം ചെയ്യാറുണ്ട് വീട്ടില്? വീട്ടിൽ ചെയ്യും. സാധാരണ സാമ്പാർ, അവിയൽ അങ്ങനത്തെ ഒക്കെ. അല്ലാതെ വലിയ കുഞ്ഞിന് ഇഷ്ടമാണ്. മോന് ദോശ, സാമ്പാർ. എന്റെ ഇളയ മോക്കും അതാ എപ്പോഴും നെയ്ദോശ. നെയ്ദോശയാണ് ഇഷ്ടം. പിന്നെ ഉച്ചയ്ക്ക് നിർബന്ധമായിട്ടും ചോറും കൂട്ടാനും അത് വേണം. വൈകിട്ട് പഴം പുഴുങ്ങിയത് അല്ലെങ്കിൽ നെയ്ദോശ. പക്ഷെ ഇപ്പൊ കുക്കിംഗ് ഒന്നും ചെയ്യാറില്ലെന്നാ ശ്രീകുമാരേട്ടൻ പറഞ്ഞിങ്ങനെ കേട്ടത്. സാമ്പാറിന് എന്തൊക്കെ ചേർക്കും? സാമ്പാറിൽ എന്തും ചേർക്കാം. ഞാൻ വെക്കുന്നതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊക്കെ പല രീതികളായിരിക്കും. അതെ, ഇപ്പൊ ഒരു സാമ്പാർ വെക്കാൻ പോവാട്ടോ. ഓക്കെ, അത് നമ്മളിങ്ങനെ ഒരു കുക്കർ
അതിൽ കുറച്ച് പരിപ്പിടുക. എന്ത് പരിപ്പ്? എന്ത് പരിപ്പ്? അഭിനയിച്ച് കാണിക്കണം. പരിപ്പ് സാമ്പാർ പരിപ്പില്ലേ? സാമ്പാർ പരിപ്പ്. ആ, ഓക്കെ. ആ സാമ്പാർ പരിപ്പ്. പാത്രവും ഇതൊക്കെ ഇവിടെ വെച്ച് തന്നിട്ടുണ്ട് സാമ്പാർ ഉണ്ടാക്കാം. സാമ്പാർ പരിപ്പിടുക. ആ. എന്നിട്ട് ലേശം വെള്ളം ഇങ്ങനെ അത് മുങ്ങണ്ട, കുറച്ച് അതിലേക്ക് ഉരുളക്കിഴങ്ങ്, പിന്നെ ഞാൻ പടവലങ്ങ ഇടും കേട്ടോ, പക്ഷെ എല്ലാവരും ഇടില്ല, അതെനിക്കറിയാം, പക്ഷെ ഞാൻ ഇടാറുണ്ട്. ഞങ്ങൾ ഇടാറുണ്ട്. ആ പിന്നെ വഴുതനങ്ങ ഇട്ടാണെങ്കിൽ അതും ഞാൻ ഇടാറുണ്ട്. അത് ഞാൻ എൻ്റെ എന്ന് പറയണത് അതുകൊണ്ടാണ്. ആ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് ഒരു തുള്ളി എണ്ണ ഒഴിക്കും, ഇങ്ങനെ പരിപ്പ് ചീറ്റി പോകാതിരിക്കും. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുക്കർ അടച്ചിട്ട് ഞാൻ അതിനെ വേവിക്കാൻ വെക്കും. എല്ലാം ഞാൻ തന്നെ. ആ പിന്നെ ഞാൻ തക്കാളി, വെണ്ടക്ക, പിന്നെ മുരിങ്ങാക്കോല്, അതിനെയൊക്കെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കും, ചെറുതായിട്ട് അതിനെ മാറ്റി വെക്കും. പിന്നെ കുക്കർ ആറി കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യും, അതിനകത്ത് ഗ്യാസിൽ വെക്കും, ഈ സാധനങ്ങളൊക്കെ ഇടും. അപ്പൊ ഈ സമയത്ത് പുളീനെ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടാവും, പെട്ടെന്ന് കുതിരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടാറില്ല എനിക്ക്. അപ്പൊ എനിക്ക് അമ്മ പറഞ്ഞതാണ് ചൂടുവെള്ളത്തിൽ ഇട്ടോട്ടെ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് പുളി ഒഴിക്കും, എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഇളക്കും. ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പൊടിയൊക്കെ ഇടും. അതായത് കുറച്ച് അതെ 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 കുറച്ച് മുളക് പൊടി ഇടും, പിന്നെ സാമ്പാർ പൊടി വീട്ടിലിങ്ങനെ പൊടിച്ചു വെക്കുന്നതാണ്. അപ്പൊ അതിന്റെ എന്താണെന്ന് എന്നോട് ചോദിക്കരുത്, എന്റെ അമ്മയാണ് പൊടിക്കുക. അതെ സത്യം പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ ഞാൻ കഴിക്കുന്നത് ഞാൻ തന്നെ. ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല. അല്ല ധാരണ ഇത്രയും പോരെ, സാമ്പാർ പൊടി ഇടുക, സാമ്പാർ കഴിച്ചൊരു ഫീൽ ഉണ്ട്. പിന്നെ കടുക് വറക്കും, എന്നിട്ട് അതിലേക്ക് ഒഴിക്കും, എന്നിട്ട് കലക്കും, എന്നിട്ട് ദോശയും കൂട്ടി കഴിക്കുക. ആരാ കഴിക്കുക? വീട്ടിൽ ഞാൻ കഴിക്കും, കേദാറ് കഴിക്കും, അക്ഷരം വിട്ടില്ല. അല്ല ഇതൊന്ന് കഴിക്കുന്ന രസം അത് ഞാൻ സാമ്പാർ ഒഴിച്ചു തരാം. സ്പൂണിൽ എടുത്തിട്ട് കയ്യിലോട്ട് ഒഴിച്ചു തരാം. ടേസ്റ്റ് ചെയ്യണേ. ചൂടുണ്ട് ഇങ്ങനെ പിടിച്ചാൽ അമേരിക്കയിൽ കൂടെ അങ്ങ് പോകും. ശരി, അപ്പൊ നമ്മൾ ഇനിയിപ്പോ നമുക്ക് ഇവരുടെ പാചകമൊക്കെ തുടങ്ങാൻ പോകുന്ന സമയമാണ്. മാത്രമല്ല സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കി തരണം എന്നൊരു അപേക്ഷ. സ്നേഹയുടെ ഒരു ഫേവറേറ്റ് ഒരു ഡിഷ് ചോദിക്കാം. അത് ഞങ്ങൾ ഏറ്റവും കുറച്ച് കൂടുതൽ നമ്മൾ പുറത്തൊക്കെ ഹോട്ടലിലൊക്കെ നമ്മൾ ഈ കംപ്ലീറ്റ് മെനു വായിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്യുന്ന സാധനം പനീർ ബട്ടർ മസാല. പ്രോട്ടീൻ ഏറ്റവും കൂടുതലാണ് വെജിറ്റബിൾ. പനീർ ബട്ടർ മസാല നമുക്കൊന്ന് ആരെങ്കിലും ഒക്കെ ചേർന്ന് എനിക്കറിയാം. ഞങ്ങൾ രണ്ടുപേരും വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടി കൊളാബ് ചെയ്ത് ഉണ്ടാക്കാം. ഒരു കൊളാബറേഷൻ. ശരി, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അത് എന്തായാലും പ്ലാൻ ചെയ്യാം. നമുക്ക് ഈ അല്ല ഞാൻ ചിരി, സ്നേഹയുടെ ചിരി എപ്പോഴും എല്ലായിടത്തും എല്ലാരും സംസാരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ഇപ്പൊ തന്നെ ഞാൻ സംശയിച്ചു ആരോ വന്നു. അത് പറഞ്ഞാൽ ചിരിക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു നമുക്കൊരു മാമപ്പ് എന്ന നിലയില് നമ്മുടെ കൂട്ടുകാരികൾ, നമ്മുടെ സ്ത്രീജനങ്ങൾ മാത്രം ഈ ചിരി ഒന്ന് കാണിക്കാൻ പറ്റും. ഇമിറ്റേറ്റ് ചെയ്യാനോ? ചേച്ചിയുടെ നമ്പർ ഉണ്ടായിരുന്നു. ചേച്ചി ആദ്യം എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ട്രെയിനിങ് ആണ്. ചേച്ചി തുടങ്ങി. എക്സ്പ്രഷൻ നോക്കി ചേച്ചി ഇരുന്ന് അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ പോയിക്കോട്ടെ. അനുകരണ കലയിൽ ഏറ്റവും മിടുക്കിയായിട്ടുള്ള ഒരാള് നാദര വന്നിപ്പോ ശ്വാസകോശം ട്രൈ ചെയ്യണം. കരയാനല്ല വേണം വേണം വേണം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇല്ല
പറ്റില്ല അല്ല പക്ഷെ ഞാൻ ആദ്യം കുറ്റം പറയില്ല. എന്താ അറിയോ, ഞാൻ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഡബ് ചെയ്യണമല്ലോ, ബാക്കിയൊക്കെ സ്പോട്ട് ഡബിങ് ചെയ്യണ പരിപാടിയാണ്. പക്ഷെ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ അറിയാതെ ഇംപ്രൈസ് ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെ പോയിട്ട് ചിരിക്കും. എന്നിട്ട് ഡബ് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ മണിക്കൂറുകൾ പോയിട്ടുള്ളത് ഈ ചിരി ഡബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡയലോഗൊക്കെ വേഗം തീരും, പക്ഷെ ഈ ചിരി ലാസ്റ്റിലത്തേക്ക് മാറ്റി വെക്കും, വീണ്ടും വന്ന് ചിരിക്കും. ശരിയാവില്ല, ആ ഒരു മീറ്ററിൽ കിട്ടേയില്ല എനിക്ക്. ഞാൻ കുറ്റം പറയില്ല. പക്ഷെ എന്നാലും ട്രൈ ചെയ്യാം. ഒരു ശ്രമം കൂടി. ഇനി ഇനി വരൂ ചേച്ചി, വരൂ. ചേച്ചിക്ക് പറ്റും. എത്ര വർഷമായിട്ട് കേൾക്കണേ ചേച്ചി എന്റെ ചിരി. ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ തേങ്ങയ്ക്ക് ലാസ്റ്റ് ഉടയ്ക്കാൻ വെക്കില്ല, ബീന ചേച്ചി ലാസ്റ്റ് വായോ. പഠിച്ചിട്ട് വന്നേക്കോ, പറഞ്ഞു ചെയ്തോട്ടെ. അയ്യോ ഒന്നുകൂടി ഒന്നുകൂടി ചിരിക്കും. അതില്ല. അടിപൊളി അടിപൊളി അടിപൊളി. എവിടേക്കോ തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ട്. അതെ അതെ അത്യാവശ്യം ചിരിക്കാൻ ഡബ് ചെയ്യാൻ കൊണ്ടുപോകാം. അതെ, ഞാനിപ്പോ അതാ ആലോചിച്ചേ. കൂടെ ഒരാള് വരണേ. ഇനിയിപ്പോ ബീന ചേച്ചി ഒരു ശ്രമം. അയ്യോ എടാ, എനിക്കും സത്യം ഇവള് പോകുന്ന പോലെ ഞാൻ പോകണ്ടോ ഇതിനോ? എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇല്ലല്ലോ. എന്ത് പറഞ്ഞാലും ഞാൻ ഇന്നിപ്പോ ഏത് ബസ്സിൽ കയറി വന്നത്? ഇന്ന് മിനി ബസ് ആണ്. സ്നേഹ ചേച്ചിയുടെ ഓരോ ചെരുപ്പുകൾ കാണണം, ആഡംബര കപ്പൽ പോലെയാണ്. അതെ ഇതും അതെ ഇതും. പക്ഷേ ഇതിന്റെ മാത്രം ഭംഗിയില്ലേ, എക്സിബിഷനിൽ നിന്ന് വാങ്ങിയതാ. ഇനി ആ ചെരുപ്പിട്ടുള്ള ചിരിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സ്നേഹയുടെ ചിരി, സ്നേഹച്ചിരി ബീനച്ചിരിയായി മാറി. അഭിമാനം. നിന്റെ ചേച്ചി ശ്രുതിയൊക്കെ പിടിച്ചു വെച്ചേക്കണം. എനിക്കറിയില്ല, ഞാൻ സീരിയസ്ലി എനിക്കത് പറ്റുന്നില്ല. ചേച്ചി കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം, പക്ഷെ ഒന്നും കൂടി കേൾക്കണം തോന്നി. ഈ കോഴിയൊക്കെ മുട്ടയിട്ടിട്ട് അത്ര ഇഷ്ടപ്പെട്ടോ? എവിടെയോ ശരിയായിട്ടില്ല. ശാന്തമാവും. ഇത് നിങ്ങൾ ചില കാര്യങ്ങൾ കണ്ടു പഠിക്കണം. ഇത് എന്റെ അപ്സര ഇപ്പൊ ചിരി. അല്ല ശരിയാട്ടോ, നമ്മളങ്ങനെ ചിരിക്കാൻ പറഞ്ഞാൽ നമുക്ക് ചിരി വരും. അല്ലല്ല, നീ ഇത്രയും പേരെ കൊണ്ട് ചിരിപ്പിച്ചില്ല, നീ തിരിച്ചിട്ട് പോയാൽ മതി. അല്ല മിമിക്രിയൊക്കെ അറിയാവുന്നല്ലോ. അങ്ങനെ ചിരിക്കാൻ പറഞ്ഞ അപ്പൊ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത് ഞാൻ എന്റെ ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്, മറ്റേ പുട്ടിന്റെ പീര ഇടുന്ന പോലെ. പറ്റും. എന്റെ ചിരി അല്ലട്ടോ, വേറെ ഏതെങ്കിലും ചിരി ചിരിക്കാം ഞാൻ. അപ്സരയുടെ ചിരി അല്ല വേണ്ടത്. എന്റെ ചിരിയല്ല, എന്റെ ചിരിയാണ് നീ ചിരിക്കേണ്ടത്. ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സത്യമായിട്ട് നിങ്ങളുടെ ആങ്കർ തന്നെയാണോ? ഇവളെന്താണ് ചെയ്യണേന്ന് പോലും ഇവക്ക് മനസ്സിലായിട്ടില്ല. കിച്ചൺ മാജിക്. ഇപ്പൊ ചിരിക്കാം. ഞാൻ ഇവിടെ വന്നു, എന്റെ ചിരിയാണ് ഇവരൊക്കെ ചിരിച്ചത്, ഇനി നീ ചിരിക്കണം. സ്നേഹ ചേച്ചിന്റെ ചിരി. അതെ, ചിരിയല്ല. 1 2 3 സ്റ്റാർട്ട്. നീ വരണ്ട. അതെ, ഇപ്പൊ അവിടെ നിന്നാട്ടി ഇവള് വേണ്ട, അവിടെ നിന്ന് ഒളിച്ചിരുന്നോ നീ? അല്ലല്ല, ഞാൻ ചിരിച്ചറിയോ,
അല്ല അതിനൊരു ട്വിസ്റ്റ് ഉണ്ട് twist ഉണ്ട്. സ്ത്രീകൾ മാത്രം ചിരിച്ചിരിക്കുന്നു അല്ല അനീഷേട്ടൻ എന്റെ ചില ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ ചിരിച്ചത് വലുതായ സ്നേഹ ചേച്ചിയുടെ ചിരിയാ, ഞാൻ ചിരിച്ചത് കുട്ടി സ്നേഹയുടെ ചിരിയാ. കഴിഞ്ഞു. നാളെ തന്നെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് എന്റെ കുട്ടിച്ചിരി. ഇത് പണ്ടൊരു കമലഹാസന്റെ സിനിമയിൽ 1.5 കിലോ കോഴി വാങ്ങിക്കാൻ പോയ ഒരാൾക്ക് ഒരു വലിയ കോഴിയും ചെറിയ കോഴിയും കൊടുത്തു. ഇല്ലല്ല ഒരു കോഴി തന്നെ വേണേ. ഇല്ലല്ല ഇത് വലുതായപ്പോ പൊരിച്ചത്, ഇത് ചെറുപ്പത്തിൽ പൊരിച്ചത്. വേറെ അല്ല സാർ എന്തായാലും അപ്സര ട്രൈ ചെയ്യുന്നത് സന്തോഷം. നമ്മുടെ ഷോ അങ്ങനെയാണ്, അത്രേ ഉള്ളൂ. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പൊ ഇതിൽ ഏറ്റവും നല്ല ശരി ആരായിരിക്കും? ആ ബീന ചേച്ചിയായിരിക്കും. അല്ല, പോടാ അവിടെ നിന്ന്. ഞാനൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. ദിവ്യ. താങ്ക് യു. ദിവ്യ ദിവ്യയുടെ കറക്റ്റ് തോന്നി, ശരിക്കും തോന്നിയാണ് കുറച്ച്. അത് അവിടുന്ന് പ്രാക്ടീസ് ചെയ്ത് വരികയായിരുന്നു. ഞാൻ പിടിച്ചോണ്ടൊക്കെ അല്ലായിരുന്നോ, അതിങ്ങനെ പിടിച്ചിട്ട് അതാ ഞാൻ പറഞ്ഞു വേഗം ചിരിപ്പിച്ചോ. അതാ പോയി ഇനി പോവില്ല അത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടോ? അപ്പൊ എന്തായാലും വലിയ സന്തോഷം. ഇതുപോലെ ചെക്കന്മാർക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്ന്? അവൾക്ക് മെഴുകും മെഴുകും. അവൾക്ക് ചെറുതായിട്ടൊരു കുറച്ചിലായുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും നിങ്ങളെ കൂടി ഇതിലേക്ക് പിടിച്ചിടണം. നിങ്ങൾ അങ്ങനെ വലിയ ആൾക്കാരായിട്ട് ഇരിക്കരുത്, അല്ലേ? അതല്ലേ കറക്റ്റ്. പക്ഷെ ആ ആഗ്രഹത്തെ നമ്മള് അപ്പോ ചിരിയും കളിയും തമാശകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ സെലിബ്രിറ്റി കിച്ചൺ മാജിക് ഇങ്ങനെ യാത്ര തുടരുകയാണ്. നമുക്കിനി ഈ സ്നേഹ പറഞ്ഞ പോലെ സ്നേഹക്ക് ഇഷ്ടമുള്ളൊരു വിഭവം ചെയ്ത് കൊടുത്താലോ നമുക്ക്? എന്നാ പിന്നെ അങ്ങോട്ട് പോയാലോ? കൊണ്ടുപോയിക്കോളൂ. ഞാൻ പോയി നോക്കട്ടെ ഏട്ടാ. പ്ലീസ് പഠിപ്പിച്ചു തരാടി നിനക്ക്. ഞാൻ കഴിച്ചോളാം. ഇങ്ങോട്ട് കൊണ്ടുപോണത് Yes, come in. അത് കറക്റ്റായിരുന്നു. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by അമൃതവേണി കേശവി ആൻഡ് നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ. അപ്പോ നമുക്ക് തുടങ്ങാം. Okay. സാധനങ്ങളൊക്കെ നമ്മളെല്ലാം എല്ലാം റെഡി set ആക്കി ചെയ്ത്. വെച്ചിട്ടുണ്ട്. എന്നാലും ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി പറഞ്ഞേക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ പനീർ ബട്ടർ മസാലയാണ് നമ്മൾ എടുക്കുന്നത്. അത് പ്രത്യേകതയുണ്ട്. ബീന യമുന കോംബോയാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും കുറച്ച് വീട്ടിലുണ്ടാക്കുന്ന രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞങ്ങൾ സ്നേഹിക്ക് സമ്മാനിക്കാൻ പോകുന്നത്. തരം പനീർ ബട്ടർ ആണ് ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത്. ചിലപ്പോ കൊളാവും, ചിലപ്പോ നല്ലത് ആയാലും ഇല്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ അങ്ങനെ കള്ളം പറയില്ല. കുളമായ ഞാൻ കുളമായെന്ന് തന്നെ പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വലിയ ടാസ്ക് ആണ്. നന്നായിട്ട് ഉണ്ടാക്കി തന്നേ പറ്റൂ. ഞങ്ങൾ മാക്സിമം ശ്രമിക്കാം. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് പറഞ്ഞേക്കാം. അപ്പൊ മെയിൻ സാധനം പനീർ. അതിന് നമ്മളിത് ഉപ്പും വെള്ളത്തിൽ ജസ്റ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്, സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ മസാലകൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കസ്തൂരി മേത്തി, പിന്നെ ജീരകം അവരുടെ മെയിൻ ഒരു സാധനമാണ്. പിന്നെ നമ്മൾ തക്കാളി കുറച്ച് അധികം വേണം കേട്ടോ, അത് നമുക്ക് പേസ്റ്റ് ആക്കാനാണ്. പച്ചമുളക്, സവാള, പിന്നെ നമ്മളൊരു ടേസ്റ്റ് മേക്കറാണ് നമ്മുടെ കാഷ്യൂസ്, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്. ഇത്രയാണ് നമ്മുടെ പനീർ ബട്ടർ മസാലയ്ക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഗ്യാസ് കത്തിക്കാം. ഐശ്വര്യമായിട്ടല്ലേ? അല്ല ഐശ്വര്യം വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അങ്ങനെയല്ലേന്ന് വിചാരിച്ചു. വേണ്ടല്ലേ? വേണ്ട അത്ര വേണ്ടടി. പേടിച്ചു പോയി ഗ്യാസ് മേടിച്ചോ വിളി കേട്ടിട്ട്? വെച്ചോ. ഓക്കെ, നമുക്ക് ആദ്യം ഈ സവാളയും തക്കാളിയൊക്കെ തന്നെ സോട്ടേ ചെയ്യാനായിട്ട്. ബട്ടർ തന്നെയല്ലേ? സവാള ഒരുപാട് റെഡ് ആവണ്ട. ഇത് കഴിച്ചിട്ടുണ്ടോ? പനീർ ബട്ടർ മസാല ഞാൻ ഷോപ്പിൽ നിന്നൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാക്കിയിട്ടില്ല ഇതുവരെ? വീട്ടിലുണ്ടാക്കിയിട്ടില്ല. അതെ, അതിനിപ്പോ മോൻ വലുതായി വരണില്ലേ, ഇനി ഉണ്ടാക്കണം സ്കൂളിലൊക്കെ. കാരണം ഞാൻ ശങ്കരയൊക്കെ ജനിച്ച് അതുവരെ സത്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. മോൻ സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പൊ വെജിറ്റേറിയൻ വരുന്നവര് ചിന്മയിലാവാൻ പഠിച്ചത്. അപ്പൊ വെജ് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പൊ പനീർ എപ്പോഴും. ഒരാളുടെ കൂവല് കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പൊ. അതെ, ഞാനത് കേട്ടിട്ടാണ്. ഞാൻ സ്നേഹ സപ്പോർട്ട് ചെയ്യായിരുന്നല്ലോ. സ്നേഹ എന്തോ സപ്പോർട്ട്. ഇഞ്ചി ഇടണം. എടാ പച്ചമുളകിന് രണ്ടെണ്ണം മതി. ഞാൻ അരിഞ്ഞു വെക്കട്ടെ അതിനെ. എന്താ നവീൻ ഇങ്ങോട്ട് വരുന്നതാ പറഞ്ഞ വേണ്ടേ? അവനാ വന്ന വലിയ ശല്യമാണ്. കുഴപ്പമില്ല, വിളിച്ചപ്പാ. ശല്യമാണെന്നാ? അല്ല ശല്യമല്ല, എന്റെ കട്ട ചങ്കാണ്.
എന്തോ കേട്ടല്ല എന്താ എന്താ എന്റെ മോനെ എടാ നിന്നെ കാത്തിരിക്കാ എന്റെ പേരാണ് അറിയാം എന്നിട്ടാണ് ശല്യം ആ പറഞ്ഞത്. സ്നേഹം ചേച്ചിക്ക് നല്ലോണം ഉണ്ട് അതെനിക്ക് മനസ്സിലായി അതാ കൂവല് കേട്ടപ്പോഴേ എനിക്ക് തോന്നി ആദ്യത്തെ ആദ്യത്തെ കൂവല് രണ്ടാമത്തെ കേട്ട് Correct ആയിരുന്നു. അതും മറന്നിട്ടില്ല അത് കഴിഞ്ഞ് ചേച്ചി പറഞ്ഞ കേട്ടായിരുന്നാ ഇല്ല. അതാണ് ഇവിടെ നിന്ന് തുള്ളണത് അതാണ് കേൾക്കേണ്ടത്. ആ, അതാണ് കേട്ടത്. പക്ഷെ അതാണ് കേൾക്കേണ്ടത് വീണ്ടും പറയണ്ടല്ലാന്ന് വിചാരിച്ചാണ് എന്റെ കുക്കിംഗ് എവിടം വരെ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ചേച്ചി ആ പച്ചമുളകും തക്കാളിയും കിട്ടും. അനീഷേട്ടാ ഈ പനീറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ തട്ടിക്കോ തട്ടിക്കോ നമുക്ക് റിച്ച് ഇൻ പ്രോട്ടീൻ ആണ്. നമുക്കിപ്പോ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിഫറെന്റ് പോൾസ് ലൈക്ക് പോൾസ് അത് അന്ന് പറഞ്ഞതാണ് മറന്നു എന്നോട് ഒന്നുകൂടെ പറഞ്ഞത് Unlike polls. അൺലൈക്ക് പോൾസ് അട്രാക്ട്സ് ലൈക്ക് പോൾസ് കുറേ പേര് ചോദിച്ചു. ലൈക്ക് പോൾസ് റിപ്പിൾസ് അത് പറയാൻ വിട്ടുപോയായിരുന്നു അന്ന്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി പനീർ റിച്ച് ഇൻ പ്രോട്ടീൻ ആണ്. പിന്നെ വേറെ കാര്യം ഒരു നോൺ വെജിന്റെ എഫക്റ്റിൽ നമുക്ക് കഴിക്കാൻ ചെയ്യും. ഇപ്പൊ ഉണ്ടാക്കുന്ന സാധനം ഏറ്റവും സൂപ്പർ സാധനം പനീർ ബട്ടർ മസാല. പക്ഷെ ഇതെന്തോ മിക്സ് ആണെന്നാണ് ഇവര് പറഞ്ഞേക്കണത്. ദൈവമേ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലുണ്ടാക്കുന്നത് ടേസ്റ്റ് കൊള്ളൂല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് കാര്യം ഇല്ല. പറഞ്ഞേക്കാം. നമുക്ക് വേറെ കാര്യങ്ങളുണ്ട്. എന്നാ പിന്നെ ഞാൻ പിന്നെ സവാള അരിയട്ടെ എന്നാ പോയിക്കോട്ടെ എന്നാ പോ. എന്നാ ഞാൻ പോയി വന്ന വഴി മറക്കൂല. പോ. ഓക്കെ അപ്പൊ ഞാനൊന്നാ പിന്നെ അങ്ങോട്ട് പോയിട്ട് പോയിട്ട് ഇത് ആകുമ്പോ വിളിക്കാം. എടാ ഇതിനകത്തേക്ക് മറ്റേ മസാലാസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ഇട്ടോ കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്. പച്ചമുളക് 2 ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇത് അത്ര വലിയ ഇല്ലല്ലോ ഒരു പൊടിക്ക് കളറിന് നമ്മൾ ചേർത്തു. കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മതിയല്ലോ കുറച്ച് മതി 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 മതി. ഒരു ഗരം മസാല നമുക്കൊരു ഫ്ലേവറിന് അല്ലേ മതി അധികം വേണ്ട. പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടി കേട്ടോ. ഓക്കെ ഫൈൻ. നിങ്ങളൊക്കെ ചുമ്മാ എനിക്കൊരു കുറ്റബോധം നിങ്ങൾ ഈ ചേച്ചി ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്തോ നീ ഒന്ന് ചെയ്ത് നിന്റെ ഒരു കൈക്ക് വീഴട്ടെ എൻ്റെ അകത്തൊന്ന്. അതൊക്കെ പോട്ടെടി. സത്യം പറ നിന്റെ ബിസിനസ് എങ്ങനെ പോണു? ബിസിനസ് ഞങ്ങള് ബിസിനസ് മാഗ്നറ്റ്സ് അല്ലേ? അല്ല സത്യം ടെൻഷൻ ഇല്ലേ ശരിക്കും പറഞ്ഞാൽ? ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ചേച്ചിക്ക് തന്നെ അറിയാലോ വർഷം കാര്യം ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളല്ല. എനിക്ക് എന്തെങ്കിലും ടെൻഷൻ വേണം എപ്പോഴും. എന്തെങ്കിലും വേണം. മേടിക്കും അല്ലെങ്കിൽ അല്ല എടുക്കും. ലൈഫ് ഇങ്ങനെ സന്തോഷമായിട്ട് പോണത് എനിക്ക് ഇഷ്ടമല്ല. ഹലോ ഹായ് കഴിച്ച് സഹായിക്കണം. കഴിക്കാലോ. ഞങ്ങൾ ഒരു ഇത്തിരി നേരം കൂടി കഴിഞ്ഞാല് കുറച്ച് വെള്ളം ഒഴിക്കാവേ ആ, നമുക്ക് ഒഴിച്ചോ. ഞാനുണ്ട് ഇവിടെ സാരമില്ല. കഴിക്കാൻ. അല്ല വെജിറ്റേറിയൻ എനിക്ക് എപ്പോഴും ഒന്നും കിട്ടത്തില്ല. ആര് പറഞ്ഞു ഇപ്പൊ? ടോട്ടൽ നോൺ വെജാ. ശരി അല്ല ഞാൻ വെച്ച് ആയതുകൊണ്ട് ഇവർക്ക് അത് ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അപ്പൊ അല്ല അപ്പൊ പിന്നെ ഇന്നിപ്പോ എനിക്ക് കൂട്ടുണ്ട്. കൂട്ടുണ്ട്. സെറ്റ് കൃഷിയേട്ടാ ഇത് കണ്ടിട്ടേ ദിവ്യ നിനക്ക് ഇഷ്ടമുള്ള സാധനമല്ലേ എനിക്കിഷ്ടം. പനീർ? എനിക്കിഷ്ടം. അല്ല കാരണം എല്ലാവർക്കും പോയി. കൃഷിയേട്ടാ ഇത് കണ്ടിട്ട് പാടാൻ തോന്നിയ പാട്ട് ഏതാ? ഈ പറയുന്ന ഈ പേരിന്റെ മുന്നേ ചിക്കൻ എന്നും കൂടെ ഉണ്ടെങ്കിൽ ബട്ടർ മസാലയ്ക്ക് ഒരു ഗുണമുണ്ടാവും. അതിന്റെ കൂടെ ഫ്രൈഡ് റൈസ് ആണ് ഫേവറേറ്റ്. അതെ അതെ അതെ. പനീർ ബട്ടർ മസാല അല്ല എനിക്കിഷ്ടമാണ് ഓക്കെ ഇതിൽ ഏത് പാട്ട് പാടുന്നത്? പനി നീരു പെയ്യും നിലാവിൽ പാരിജാതത്തിൻ ചോട്ടിൽ. പനീരല്ല ഇത് പനീർ ബട്ടർ മസാല. നമുക്കിപ്പോ അങ്ങനെ പാടാലോ. ആ പനിനീർ ഉണ്ടാക്കടി. ഞാൻ പറയാം എന്റെ മനുഷ്യ പനിനീറല്ല പനീർ. അപ്പൊ ഞാൻ അങ്ങനെ പറയൂ. അപ്പൊ ഞാൻ ആ ഭാഗത്ത് കൂടാ. അപ്പൊ അടുത്ത് നമ്മള് ബട്ടർ ഇട്ടിട്ട് ഇതിനെ ഇത് ചെയ്തെടുക്കണം കേട്ടോ. ഇതിനെ നമ്മള് ഇതരക്കുന്നാണ് അവർ. കുറച്ച് വലിയ ക്യൂബ്സ് ആയി പോയില്ലേ? അല്ലേ ചേട്ടൻ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? കുറച്ചും കൂടെ കൂടി. Cook ചെയ്തിട്ട് വിളിക്കാം. എല്ലാം ഞാൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരാൾ എനിക്ക് വലുത് നോക്കി ആടി അപ്പൊ ഭയങ്കര ടെൻഷനാ ശരിക്കും പറഞ്ഞാൽ. നമുക്ക് മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി കേസവി ആൻഡ് നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ. എല്ലാവരും ഒച്ചപ്പാടും ബഹളവും കേട്ട് ഞങ്ങൾ വന്നതാ. ഞങ്ങള് വർത്താനം പറഞ്ഞത് അത് ഒറ്റപ്പാടായി മാറിയോ? അല്ല നല്ല നല്ല പുകയും മണമൊക്കെ വരുന്നുണ്ട്. മണം വരുന്നുണ്ടാ? പക്ഷെ വേറൊരു കാര്യം ഞാൻ അവിടെ ഇരുന്നത് കാണുമ്പോഴേ സ്നേഹ ഈ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വരുന്ന 10 പവന്റെ മാലയൊക്കെ ഇട്ട് അടുത്ത ദിവസം അടുക്കള കയറുന്ന പുതുപ്പെണ്ണില്ലേ ഈ നാത്തുമാരെ അടുക്കളയിൽ നിന്ന് പഠിപ്പിക്കുന്ന പോലെ ഉണ്ട്. അല്ല, ഒരു minute. ഏത് കല്യാണ പെണ്ണ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇതേപോലെ പട്ടുസാരിയെ കൊടുത്ത് വലിയ മാലയൊക്കെ ഇട്ട് ഏത് കല്യാണ പെണ്ണ? കല്യാണപ്പെട്ട ജോലി. പക്ഷെ ഇത് നോക്കി നിൽക്കുന്ന രണ്ട് അല്ല എടാ അത് ഇപ്പൊ ഈ സീരിയലിലൊക്കെ ആണോ പുള്ളി? അപ്പൊ അങ്ങനെയാണ് പുള്ളിയുടെ ഒരു ഇപ്പോഴും തീർന്നില്ല വ്യക്തിപരാഗ്യം. നിങ്ങൾ തമ്മിൽ ഒരു ഇതുണ്ട്. സ്നേഹം കാണുമ്പോൾ എനിക്ക് ഒരാളെ കാണുമ്പോൾ ആദ്യം പരിചയപ്പെടും ഹായ് ഹലോ പറഞ്ഞ് നല്ല പ്ലസന്റ് ആയിട്ട് സംസാരിക്കും. നമ്മൾ പണ്ട് സ്നേഹം ഞാൻ പരിചയപ്പെടുമ്പോൾ ആദ്യം നിന്നെ എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സ്നേഹം? അത് നീ ചെയ്യുന്ന എന്റെ ആദ്യത്തെ വർക്ക്. അപ്പൊ അത് നീ ഇച്ചിരി
ഒരു ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് അതുകൊണ്ടൊന്നും ചെയ്തോട്ടെ. ഇവിടെ ഓൾറെഡി ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കുമ്പോഴേ അടുത്തത്. അതെ. ഓക്കെ, അപ്പൊ എന്നോട് പാവം ദീപൻ ചേട്ടൻ ഒരു സങ്കടം പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ അതായത് അതിനിടയിൽ ചേച്ചി മനഃപൂർവ്വം സ്നേഹയെ ഞാനും കൂടെ ആദ്യം പരിചയപ്പെടുന്നത് 2012 ആ സമയത്ത് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് സ്നേഹ ചെന്ന് പരിചയപ്പെടാൻ കൈ കൊടുക്കുമ്പോഴേ നമ്മൾ സാധാരണ ഒരാളെ പരിചയപ്പെടാൻ ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ഇതാണ് സ്വാൻസോ എന്നൊക്കെ പറയും. പക്ഷെ സ്നേഹം എനിക്ക് നിന്നെ ഇഷ്ടമില്ല, എനിക്ക് എപ്പോഴും സ്നേഹം. ഞാൻ ചോദിച്ചത് പക്ഷെ അത് എനിക്ക് ഭയങ്കര ഒരു അപ്രീസിയേഷൻ. എന്തായിരുന്നടാ എന്താ സ്നേഹം അത്? കാരണം അത് അന്ന് ഒരു വില്ലൻ ക്യാരക്ടർ ആയിരുന്നു ചെയ്തത്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇയാളെ കാണുമ്പോ അയ്യോ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് പരിചയപ്പെട്ടത്. എനിക്ക് ആദ്യം ഇതാണ് ഓർമ്മ. എടീ അങ്ങനെയടി തുടക്കം. ആ ഇഷ്ടം പിന്നെ നന്നായിട്ടിരിക്കും. എന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. ഇത് കാണുന്ന പ്രേക്ഷകർ ചിന്തിക്കും സാരിയുടെ ബിസിനസ്സാണ്. ഞാൻ സാരി ഉടുത്തല്ല പ്രോത്സാഹിപ്പിക്കുന്നത്. അത് ഞാൻ ഇപ്പൊ അഭിനയിക്കുന്ന വർക്കിലെ ഹീറോയിൻ ഒരു ദിവസം എന്നോട് സാധാരണ എപ്പോഴും പറയാറില്ല, എന്നോട് പറഞ്ഞു എടാ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടാണ് പറയണത് ഇത് സ്നേഹിച്ച് തന്ന സാരിയാണ്. അങ്ങനെ ഞാൻ ഫോട്ടോ ഇട്ട് കൊളാൻ വിട്ടു കൊടുത്തു. അപ്പൊ ഞാൻ ഇന്ന് പറയരുത് എനിക്ക് എന്റെ ഭാര്യയ്ക്ക് 5-6 സാരി തരണം. സാരികളിങ്ങനെ അയച്ചു തരുമ്പോ എല്ലാരും നമ്മളിങ്ങനെ സ്നേഹിച്ചിന്റെ ചുമ്മാ പറയല്ലോ, നല്ല കളക്ഷൻ. സ്നേഹം എങ്ങനെയുണ്ട് ഇവരുടെ കുക്കിംഗ്? ഒരു പ്രത്യേക രീതിയിലുള്ള കുക്കിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കണേ. രണ്ടും കൂടി മിക്സ് അത്രേ. അത് രണ്ടും കൂടെ മിക്സ്. രണ്ടുപേരുടെ രീതികൾ മിക്സ് ചെയ്തിട്ടുള്ള പുതിയൊരു കറിയാണ്. എന്നാ ശരി, അപ്പൊ ഇനി സ്നേഹ ചേച്ചിന്റെ കോൺട്രിബ്യൂഷൻ ഒക്കെ ഇട്ട് നല്ല പനീർ ബട്ടർ മസാല ഇല്ലേ, പനീർ ബട്ടർ മസാല ആക്കിയിട്ട് ഞങ്ങൾ വിളിക്കട്ടെ, നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വരാം. അല്ല അത് വരണമെന്നില്ല, ഞാൻ കഴിച്ചോളാം. വിളിക്കണോ? അവള് റെഡി വിളിക്കാം. ശരി, ബൈ. ബൈ 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 ബൈ. ഇപ്പൊ വരാടാ, കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞു. അപ്പൊ അതിലേക്ക് നമ്മൾ ഇത് സാധനം കൂടി ഇടും. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതിന്റെ അകത്ത് ചെറിയൊരു ടേസ്റ്റ് മേക്കർ പോലെ ഒരു ഇത്തിരി പഞ്ചസാരയും കൂടി നമ്മൾ ഇതിന്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചേച്ചി ഇതിന് പകരമേ നമുക്ക് വേണമെങ്കിൽ തേനുണ്ടെങ്കിൽ തേനും ഇടാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കസൂരി മെത്തി കയ്യിലെടുത്ത് പൊടിച്ചിടണം ചേച്ചി. ഇങ്ങനെ ഒന്ന് ആ ഒരു ഫ്ലേവർ അപ്പൊ ഇതിന്റെ ഇത് കിട്ടും. ബട്ടറിന്റെ ആ ഒരു ഫ്ലേവർ നല്ലോണം ഇരുന്നോട്ടെ. പൊടിക്ക് ഒരു ക്രീം ഇങ്ങനെ നമുക്ക് സെർവ് ചെയ്യുമ്പോഴേടി അതിന്റെ പുറത്ത് അങ്ങനെ ഇട്ടാലും ആ ഒരു അത് കണ്ടോ കണ്ടോ. ഇതാണ് ഇതിന്റെ ഐഡിയ. ഇത്രേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. ഞങ്ങളിവിടെ കുക്കായി റെഡിയായി അറിഞ്ഞുകൊണ്ട് മാത്രം വന്നതാണ്. അല്ല സഹായിക്കണമെന്ന് റെഡിയായി എന്നല്ല അറിഞ്ഞിട്ട് വന്നതാ സഹായിക്കാൻ, കഴിച്ച് സഹായിക്കാൻ, ടേസ്റ്റ് നോക്കാൻ. ഞങ്ങളുടെ ടൈമിംഗ് കറക്റ്റ് അല്ലേ? ടൈമിങ്. അപ്പൊ എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് റെഡിയൊക്കെ ആക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഇനി പോയാൽ മതി. ഒരു സംശയം, സ്നേഹിച്ച് ഉണ്ടാക്കിയതായിട്ട് കണ്ടില്ലല്ലോ? ഉണ്ടാക്കാറില്ല. ഞാനല്ല വന്നത്, ഞാൻ കഴിക്കാനാണ് വന്നത്. ഞങ്ങള് സ്നേഹിച്ച് അതെ പക്ഷെ ഇതുകളില്ലേടി രണ്ടുപേർക്കും സത്യം പറഞ്ഞ രണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞു ഞങ്ങൾ അടുക്കള കയറിയിട്ടില്ല. പക്ഷെ ഇവരുടെ പ്രസന്റേഷൻ ഇവർ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നും. ഒരുപാട് പേര് പറഞ്ഞു വിട്ടോടാ നിങ്ങൾ രണ്ടുപേരും. ഉണ്ടാക്കാൻ അറിയില്ല, ഉണ്ടാക്കി തീരുമ്പോ എന്തോ ആവും. പക്ഷെ രസമാണ്, നല്ല രസമാണ്. ഞാൻ ഇവരുടെ എപ്പിസോഡ് കണ്ടപ്പോ തന്നെ ഞാൻ വിളിച്ചു, ആദരെ വിളിച്ചു. നല്ല രസമാണ് രണ്ടുപേരുടെ. അപ്പൊ അത് പോരാത്തെ മറ്റവനും കസൂരി മേത്തി എന്റെ മകളിൽ ഇങ്ങനെ ഞാനിവിടെ ഉണ്ടോ കണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങോട്ട് എടുത്തിട്ട് ആദ്യം സ്നേഹിക്കും. ആദ്യം നമുക്ക് സ്നേഹം വലുതോ ചെറുതോ നല്ല മണം. ആണോ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അതിന്റെ അകത്ത് അല്ലേ. കൺസിസ്റ്റൻസി എത്രത്തോളം നോക്കണേ. ഇപ്പൊ കഴിച്ചിട്ട് പറയാം നീച്ചേട്ടാ, ഇപ്പൊ കഴിച്ചിട്ട് പറയാം. കുഴപ്പമില്ല, അടിപൊളി. നമ്മള് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കില്ലേ, കറക്റ്റ് ആ ടേസ്റ്റ് തോന്നുന്നുണ്ട്. രണ്ടുപേർക്കോട്ടെ അടിപൊളിയായിരുന്നു. താങ്ക് യു, താങ്ക് യു. ചേച്ചി അടിപൊളി അടിപൊളി. ആ പ്രോട്ടീൻ ഒന്നും ഇതിന് മിസ്സായി, പ്രോട്ടീൻ കണ്ടന്റ് ഒന്നും മിസ്സായിട്ടേ ഇല്ല ഇതിന്റെ. സ്നേഹ സമ്മാനം. അതെ അതെ. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞാ മതി. 2 ചപ്പാത്തിയും കൂടെ വേണം. ദിവ്യ ചെയ്ത പോലെ വേണ്ട. അതില്ല, അങ്ങനെ കൊടുക്കാനുള്ള ഞാൻ ദിവ്യ വഴി കൊടുത്തു. അങ്ങോട്ടില്ല, അവിടെ ഞാൻ നേരിട്ട് തരാം. ചേച്ചി അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നമുക്ക് ഈ സന്തോഷത്തിൽ ഈ എരിവും മധുരവും ഒക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന സമയത്ത് ആരൊരു പാട്ട് പാടാൻ പോന്നെ? ദീപൻ
നീ പാടും, ഞാനൊരു പോലും പറഞ്ഞാ പാടൂലേ? നമ്മുടെ ക്രിസ്തു ആ ഓക്കെ ഓക്കെ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ കണ്ണിന് പ്രോബ്ലം ഉണ്ട്. ആര്യങ്കാവിൽ വേല കഴിഞ്ഞു ആടിപ്പാടത്ത് കഴിഞ്ഞു ആറ്റിലാടുന്ന ആമ്പൽപ്പൂവിന്റെ തെന്നുകർന്നേ വരാ അവിടെ Crockery partner Minolta, easy and healthy cooking. Anish Ravi costume sponsored by Dhanya Furniture, Kottarakara.